ഹലോ, ഹോപ്പ് ഓൾ ആർ ഡൂയിങ് ഗുഡ്. ഫൈറ്റർ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുഷപ്പ് ആൻഡ് ഇറ്റ്സ് വേരിയേഷനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത്. എന്നിട്ട് ഒരു 5 സെറ്റ്സ് ഓഫ് പുഷപ്പ്സ് ചെയ്യാം, 10 കൗണ്ട് ഈച്ച്. അപ്പോൾ മൊത്തം ഒരു 50 കൗണ്ട്സിൻ്റെ ഒരു എൻറ്റയർ സെറ്റ്. അത് നിങ്ങൾക്ക് ആവശ്യത്തിന് കണക്കായിട്ട് ജസ്റ്റ് ആസ് യുവർ പവർ ഇൻക്രീസസ്, സ്ട്രെങ്ത് ഇൻക്രീസസ്, നിങ്ങളത് നമ്പർ ഓഫ് കൗണ്ട്സ് ഇൻക്രീസ് ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ അത് ഫോം ആൻഡ് ടെക്നിക്ക് for beginners, അല്ലെങ്കിൽ for intermediate to advanced also. I've seen many people doing കുറച്ച് കറക്റ്റ് അല്ലാത്തൊരു ഫോമിൽ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഫോം നോക്കാം. ഇത് കോമ്പൗണ്ട് എക്സസൈസ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം മൾട്ടിപ്പിൾ ജോയിൻറ്റ്സ് ആർ ഇൻവോൾവ്, മെയിൻലി ഷോൾഡർ ആൻഡ് എൽബോ ജോയിൻറ്റ് ഈസ് ഇൻവോൾവ്. പിന്നെ നമ്മുടെ ഫുൾ ബോഡി കോർ നമ്മൾ ടൈറ്റ് ചെയ്യണം. കോർ എന്ന് വെച്ചാൽ കോർ മസിൽസ് ഫുള്ളായിട്ട് നമ്മൾ ടൈറ്റ് ചെയ്ത് പിടിക്കണം ത്രൂ ഔട്ട് ദി മൂവ്മെൻറ്റ്. അതായത് നമ്മൾ 10 കൗണ്ടാണ് ചെയ്യുന്നെങ്കിൽ ആ 10 കൗണ്ട് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ കോർ എൻഗേജ് ചെയ്ത് നോക്കാം, ടൈറ്റായിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ബ്രീത് ഔട്ട് ചെയ്തിട്ട് ബ്രീത്ത് ഇൻ ചെയ്തതിന് ശേഷം ഒരു കൗണ്ട് ചെയ്യാം, എന്നിട്ട് ബ്രീത് ഔട്ട് ചെയ്യാം, എന്നിട്ട് ബ്രീത്ത് ഇൻ ചെയ്തതിന് ശേഷം ആദ്യം അടുത്ത കൗണ്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. അല്ലാണ്ട് നോർമൽ ബ്രീത് ഔട്ട് ചെയ്യുമ്പോൾ കൗണ്ട് ചെയ്തിട്ട് പിന്നെ ബ്രീത് ഇൻ ബ്രീത് ഔട്ട് അങ്ങനെയും ചെയ്യാവുന്നതാണ്, പ്രശ്നമില്ല. നിങ്ങൾക്ക് ഏതാണ് സൂട്ടബിൾ അത് ചെയ്യാം. പക്ഷേങ്കിൽ കോർ മൊത്തമായിട്ടും ഗ്ലൂട്ട്സും നിങ്ങളുടെ എൻഗേജ്ഡ് ആയിരിക്കണം. അപ്പോൾ അത് നമ്മൾ പൊസിഷൻ നോക്കാം. ഓക്കെ, പൊസിഷൻ ഫസ്റ്റ് നമ്മൾ ബോഡി പൊസിഷൻ ഇങ്ങനെയായിരിക്കണം. നമ്മൾ ഹാൻഡ് വിഡ്ത്ത് എത്രയാണ് ആദ്യം. ചില ആൾക്കാർ നമ്മൾ വൈഡ് ഗ്രിപ്പ് എടുക്കാറില്ല, അതേപോലെ വൈഡ് ആയിട്ടുള്ള സ്റ്റാൻസ് വെക്കാറുണ്ട്. ഇങ്ങനെ ഈ ഒരു വൈഡ് പൊസിഷനിൽ ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് തെറ്റാണെന്ന് വെച്ചാൽ അല്ല. പക്ഷേ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ആ ഒരു സ്ട്രെങ്ത്തും മസിൽ ബിൽഡിങ്ങും ഫുള്ളായിട്ട് വേണമെങ്കിൽ ആ റേഞ്ച് ഓഫ് മോഷൻ എന്നറിയില്ല. ഇപ്പം നിങ്ങൾ നോക്കിക്കോ, ഞാനിപ്പോൾ ലോങ് ആയിട്ട് വെച്ചു. ഓക്കെ, ഇപ്പം ഞാൻ എത്രയാണ് ഡൗൺ ആവുന്നത്, എൻ്റെ എൽബോ എത്രയാണ് ഫോൾഡ് ആവുന്നത്, ഒരു 90 ഡിഗ്രി പോലും ഫോൾഡ് ആവുന്നില്ല അല്ലേ, വളരെ കുറച്ച് ഫോൾഡ് ആവുന്നുള്ളൂ. ഇപ്പം ഞാൻ ഇങ്ങനെ വെച്ചു. ഓക്കെ, പിന്നെ അത് തന്നെ ക്ലോസ് വെച്ചു. ക്ലോസ് വെച്ചാൽ അതിന് ഷോൾഡർ അത് കുറച്ച് കൂടുതൽ, അത്രയും വേണം കേട്ടോ, ഷോൾഡറിന് കുറച്ച് കൂടുതൽ. പക്ഷേ നമ്മൾ ഈ ഒരു ചാന അളവ് എന്നെല്ലാം പറയില്ല, ഇങ്ങനെ ഒരു അളവ് എടുത്തിട്ട് ഇങ്ങനെ നോക്കിയാൽ ഇതാണ് ഷോൾഡറിന് കുറച്ച് വരും. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഷോൾഡറിന് സ്ട്രെയിറ്റ് വെച്ചാൽ കുറച്ച് വിട്ടിട്ട്. ഓക്കെ, ഇത് പുറത്തോട്ടാക്കി വെക്കണം, അകത്തോട്ടാക്കി വെക്കണം. കാലിസ്തനിക്സ് നോർമൽസ് എല്ലാം നമ്മൾ സാധാരണ പുറത്തോട്ടാക്കിയിട്ടാണ് വെക്കൽ. പക്ഷേ നമ്മൾ അകത്തോട്ടാക്കി വെച്ചാൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് കിട്ടും, ചെസ്റ്റ് മസിൽസ് കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇങ്ങനെ കുറച്ച് ലേശ അകത്തോട്ടേക്ക്. ഓക്കെ, ഇങ്ങനെ വെച്ചിട്ട് ഇതാണ് ആ പൊസിഷൻ. ഇപ്പോൾ ഈ പൊസിഷനിൽ നിങ്ങൾ നോക്കണേ, ഈ സാധനമില്ലേ, ഇത് നിങ്ങൾ ബോഡി പുറത്തേക്ക് ഇങ്ങനെ ഫ്ലെയർ ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പോകാൻ പാടില്ല, ബോഡീൻ്റെ അകത്തേക്ക് ഇങ്ങനെ. ഓക്കെ, ഇപ്പം നോക്കിക്കോ എത്ര ബെൻഡായി ഞാൻ, എൻ്റെ കൈ എത്രത്തോളം ബെൻഡായി നോക്കിയേ, ഇതുണ്ടോ എത്രത്തോളം. എന്നിട്ട് ഈ ഒരു പൊസിഷൻ എന്നാൽ നമ്മൾ ബ്രീത് ഔട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ മേലെ വരുന്നത്, ഇങ്ങനെ വരാം. ഓക്കെ, ഈ ഒരു പൊസിഷൻ നമുക്ക് ഇങ്ങനെ ബ്രീത് ഔട്ട് ചെയ്തുകൊണ്ട് മേലോട്ട് വരാം, ഇല്ലെങ്കിൽ നമ്മൾ ബ്രീതിങ് ചെയ്ത് ഹോൾഡ് ചെയ്തിട്ട് പുറത്തേക്ക് വരാം. ഇനി സൈഡ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സെയിം പൊസിഷൻ. ഓക്കെ, ഇപ്പോൾ സൈഡ് വ്യൂ നോക്കിയാൽ അതേ വീട്ടിൽ നമ്മൾ വെക്കുന്നു, കൈ ഇങ്ങനെ വെക്കുന്നു, ലെഗ്സ് ക്ലോസ് പിന്നെ ഇതാണ് നമ്മൾ പൊസിഷൻ നേരെ. ഓക്കെ, ഇങ്ങനെയല്ല ഇങ്ങനെയല്ല. ഓക്കെ, നേരെ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ വെക്കുന്നു, ബോഡീൻ്റെ ക്ലോസ് ആയിട്ട് വേണം നമ്മളെ ഹാൻഡ് വരാൻ. എന്നിട്ട് ഇവിടുന്ന് ബ്രീത് ഔട്ട് ചെയ്തിട്ട് പുഷ് ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബ്രീത് ഇൻ ആൻഡ് ഹോൾഡ്, ബ്രീത് ഔട്ട്. ഈ രണ്ട് മോഡിലും ചെയ്യാവുന്ന. ഇത് നമ്മൾ കൈനറ്റിക് ചെയിൻ ആക്ടിവേഷൻ എന്ന് പറയും. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ബോഡി നമ്മളിങ്ങനെ പ്ലേസ് ചെയ്തില്ല, ഈ ഒരു പ്ലേസ്മെൻറ്റ് തന്നെ നമ്മൾ കോർ ഈ പൊസിഷൻ ടൈറ്റ് ആയിരിക്കണം, ഗ്ലൂട്ട് ഈ ഒരു പൊസിഷൻ എൻഗേജ് ആയിരിക്കണം, ഈ രണ്ടും എൻഗേജ് ആയിരിക്കണം. പിന്നെ ഒന്നും കൂടെ എന്ന് വെച്ചാൽ സ്കാപ്പുല പ്രൊട്രാക്ഷൻ റിട്രാക്ഷൻ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് പൊസിഷൻ ഇതാണ്. ഓക്കെ, ഇതിൽ നമ്മൾ പ്രൊട്രാക്റ്റഡ് പിന്നെ റിട്രാക്ട് ഇത്രയും പൊസിഷൻ നമ്മൾ ഇതിൽ തന്നെ ഉണ്ട് പ്ലേ, ഈ ഒരു പൊസിഷൻ. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നമ്മൾ പോയി ക്ലോസ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇങ്ങനെ വന്ന് ഫുൾ ഇത് ചെയ്ത് ആദ്യം ഇങ്ങനെ പോയി ഫുൾ പ്രൊട്രാക്ട് ചെയ്ത് ഇതാണ് അതിൻ്റെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ. നിങ്ങളുടെ സ്കാപ്പുള അടക്കം ഇതിൽ എൻഗേജ്ഡ് ആയിരിക്കും. അപ്പോഴാണ് നിങ്ങൾക്ക് പുഷപ്പിൽ ശരിക്കുള്ള ഫുൾ ബെനിഫിറ്റ്സും കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു പുഷപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇത്രയാണ് എനിക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നുള്ളൂ. വേറെ എന്തെങ്കിലും നിങ്ങൾ തന്നെ അറിയിക്കുക, കമൻറ്റിൽ അറിയിക്കുക, തീർച്ചയായും ഞാൻ അത് ഏറ്റെടുക്കുന്നതാണ്. So these are all the points which we have to remember. Let's move to the exercise. Number 1, normal push-up, normal positioning. Okay, കുറച്ച് ഇൻവേർഡ് ആക്കിയിട്ട് പൊസിഷനിങ് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മളെ ചെസ്റ്റ് മസിൽസിനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ,
first 10 counts. Okay, let's start. Okay, our first set of 10 counts കഴിഞ്ഞു. ഇനി നമുക്ക് നക്കൽ പുഷപ്സിലേക്ക് പോകാം. അപ്പം നക്കൽ പുഷപ്സ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഫിസ്റ്റ് ക്ലോസ് ചെയ്യുക, എന്നിട്ട് ക്ലോസ് ഫിസ്റ്റ് വെക്കുക. സെയിം ഒരു ഡിസ്റ്റൻസിൽ. ഇത് കുറച്ച് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഇത് ചെയ്യണമെന്നില്ല. നമുക്ക് ഇത് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഫസ്റ്റ് 10 കൗണ്ട്സിന് ആദ്യം റിപ്പീറ്റ് ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ ഈ വൈഡർ പൊസിഷൻ വെച്ചിട്ട് റിപ്പീറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ അതേ സെയിം പൊസിഷനിൽ തന്നെ 10 കൗണ്ട്സ് കൂടെ റിപ്പീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ നക്കൽ പുഷപ്സിലേക്കാണ് ഇനി പോകുന്നത്. ഓക്കെ, നക്കൽ പുഷപ്സ് ആയി. ഇനി നമുക്ക് ട്രയാങ്കിൾ പുഷപ്പ്. നോർമലി ട്രയാങ്കിൾ പുഷപ്പിൻ്റെ 2 വേരിയേഷൻസ് ഉണ്ട്. ഒന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ വെച്ച് ചെസ്റ്റ് നിങ്ങളത് ഈ ഒരു അലൈൻമെൻറ്റിൽ വരുന്നത്. അപ്പോൾ ഈ സോളാർ പ്ലെക്സസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു വൈറ്റൽ പോയിൻ്റ് ഉണ്ട്. ആ പോയിൻ്റ് നേരെ ട്രയാങ്കിളിന് ക്ലോസ് ആവുന്ന രീതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ലോവർ ചെസ്റ്റാണ് ആക്ടിവേറ്റ് ആവുക. ലോവർ ചെസ്റ്റ് കഴിഞ്ഞിട്ട് ഇത് ചെയ്യാവുന്നതാണ്. ലോവർ ചെസ്റ്റിൻ്റെ അപ്പുറം ഒരു സെറ്റ് പോലെ, വേറെ തന്നെ ഒരു സെറ്റ് പോലെ ചെയ്യുന്ന ആൾക്കാരുമുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൂടാതെ നമുക്കിപ്പോൾ ട്രൈസെപ്സിന് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആംഗിൾ കുറച്ച് ഷിഫ്റ്റ് ചെയ്യും. നമ്മൾ ചെസ്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഈ ഒരു രീതിക്ക് വെച്ചിട്ട് ഇത് കൈനറ്റിക് ആൻഡ് ആക്ടിവേഷൻ മൊത്തം ഗ്ലൂട്ട്സ് എല്ലാം ടൈറ്റാക്കി വെച്ചു. പിന്നെ നമ്മൾ ഈ ഒരു പൊസിഷൻ ഇങ്ങനെ പോവാം. ഓക്കെ, അതാണ് നമ്മൾ ലോവർ ചെസ്റ്റിലേക്ക് വിടുക. ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്ന വേരിയേഷനിൽ നമ്മൾ ജസ്റ്റ് ഇതെങ്ങനെ വെച്ചിട്ട് കുറച്ചും കൂടെ കാല് വേക്കോട്ട് വെക്കുന്നു. ആംഗിൾ ഇങ്ങനെ പോകാതെ കുറച്ച് ഇങ്ങനെ വെച്ചു. ഇതെങ്ങനെ. ഓക്കെ, ഈ ഒരു പൊസിഷനാണ് നമ്മൾ, ആ ഒരു പൊസിഷനിലാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് 10 കൗണ്ട്സ് ഫോർ ട്രൈസെപ്സ്. ട്രയാങ്കിൾ പുഷപ്പ് ഫോർ ട്രൈസെപ്പ് വേരിയേഷൻ. ഇത് മൂന്നാമത്തേത്. ഇനി നമുക്ക് നാലാമത്തേത് ഒരു ഇമ്പോർട്ടൻറ്റ് ഷോൾഡറിന് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതാണ്. എന്നുവെച്ചാൽ ഷോൾഡർ മാത്രമാണെന്ന് വെച്ചാൽ അത് മൊത്തമായിട്ടുള്ള ബോഡിയാണ്. കോമ്പൗണ്ട് എക്സസൈസ് ആയതുകൊണ്ട് മൊത്തം ബോഡിയാണ് എപ്പോഴും ഇതിൽ വർക്ക് ആവുന്നത്. ഓക്കെ, ആസ് എ കൈനറ്റിക് ചെയിൻ എന്ന് പറഞ്ഞ പോലെ മൊത്തം ബോഡിയും. ബട്ട് ദെൻ ടാർഗറ്റിംഗ് മോർ ടു ദ ഷോൾഡർ ആൻഡ് ആസ് എ പ്രോഗ്രഷൻ കുറച്ചുകൂടെ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷപ്പിൽ നെക്സ്റ്റ് സ്പൈക്ക്. അപ്പോൾ പൈക്കിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പുഷപ്പ് നോർമൽ കൈ സെയിം പൊസിഷൻ. ഓക്കെ, സെയിം ഈ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് നമ്മൾ കാല് കുറച്ചുകൂടെ അടുത്തോട്ട് കൊണ്ടുവരിക. എത്രത്തോളം അടുത്തോട്ട് കൊണ്ടുവരാൻ പറ്റുമോ ആദ്യം നമുക്ക് ചിലപ്പോൾ കൊണ്ടുവരാൻ പറ്റില്ല, പക്ഷേ അടുത്തോട്ട് കുറച്ച് കൊണ്ടുവരിക. ഇത്ര കൊണ്ടുവരാൻ പറ്റും ഇത്ര. ഓക്കെ, എന്നിട്ട് യു ഹാവ് ടു കീപ്പ് ഇറ്റ് ഓൺ യുവർ ടോസ് ആൻഡ് ജസ്റ്റ് ഫിംഗേഴ്സ്. ഓക്കെ, ഇങ്ങനെ ഈ ഒരു പൊസിഷനിൽ വെക്കുക. എന്നിട്ട് നിങ്ങളിതിനെ ഡൗൺ പോകുമ്പോൾ ഇങ്ങനെ പോകാൻ പാടില്ല. ഓക്കെ, ജസ്റ്റ് ഫോർവേഡ് ആൻഡ് ദെൻ ബാക്ക്. ഓക്കെ, ഈ ഒരു മൂവ്മെൻറ്റിലല്ല നമ്മൾ പോകുന്നത്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേഡ്, ഫോർവേഡ് ബാക്ക്വേഡ് അങ്ങനെ പോകണം. ഓക്കെ, നിങ്ങളുടെ കൈൻ്റെ ആംഗിൾ നോക്കിയാൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരിക. മൊത്തം ഷോൾഡർ ആൻഡ് ദിസ് ട്രൈസെപ്സ് സൈഡ് ഈസ് ഗെറ്റിംഗ് സ്ട്രെങ്തൻഡ്. ഓക്കെ, ടു ലിഫ്റ്റ് ദി എൻറ്റയർ ബോഡീസ് വെയിറ്റ്. അപ്പം അതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്കിതൊരു 10 കൗണ്ട്സ് ചെയ്യാം. ഓക്കെ,
ഇതിൻ്റെ പ്രോഗ്രഷൻ ഓർ സ്ട്രെങ്ത് ഇനിയും കൂട്ടണമെങ്കിൽ നമ്മൾ കാല് ഇനിയും കുറച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ ജസ്റ്റ് വേർട്ടിക്കൽ ആക്കുക, ഇല്ലെങ്കിൽ കാല് നമ്മൾ കുറച്ച് ഹൈറ്റിൽ വെക്കുക. ഇതൊക്കെ ഇതിലെ പ്രോഗ്രഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് വേരിയേഷൻ ആൻഡ് ദെൻ വൺ മോർ ബോണസ്. ഓക്കെ, വൺ അഡീഷണൽ ടു ഇൻക്രീസ് ദ പ്രോഗ്രഷൻ. ഇപ്പോൾ നെക്സ്റ്റ് 50th 10 കൂടെ ചെയ്താൽ 50 ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഹാഫ് സെഞ്ചുറി. അപ്പം ആ ഒരു 50ലേക്ക് പോകാൻ വേണ്ടി നമുക്ക് അടുത്ത് ചെയ്യുന്നത് ചെസ്റ്റ് ടു ഗ്രൗണ്ട് ഒരു വേരിയേഷൻ. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു നോർമൽ നമ്മൾ ഫങ്ഷണൽ എബിലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമ്മൾ നോർമൽ ഒരു സാധനം ഇപ്പോൾ ഗ്രൗണ്ടിൽ നിന്ന് എടുത്ത് പൊന്തിക്കുവാണ്. ഓക്കെ, പച്ചക്കറി സാധനം മേടിച്ചിട്ട് വന്ന് അരി മേടിച്ചിട്ട് വന്ന് ഒരു സ്ഥലത്ത് ഒരു സ്ഥലത്തേക്ക് എടുത്ത് വെക്കുവാണ്. നമ്മൾ ജിമ്മിലൊക്കെ ഡെഡ് ലിഫ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വി ടേക്ക് ഇറ്റ് ഫ്രം ഗ്രൗണ്ട് അല്ലേ. നമുക്ക് ആ ഒരു മൊമെൻറ്റം അങ്ങനത്തെ കാര്യമൊന്നുമില്ല. നമ്മൾ താഴെ പോയിട്ട് മേലെ വരുമ്പോൾ സ്പ്രിങ് പോലെ നമുക്ക് തിരിച്ചു തരാൻ പറ്റും. പക്ഷേ ആ ഒരു ഫോഴ്സ്, ആ ഒരു സ്ട്രെങ്ത് നമ്മൾ മസിൽസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നമ്മൾ ഗ്രൗണ്ട് അപ്പ് ആവുകയാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെ വരിക എന്ന് വെച്ചാൽ പൊസിഷൻ എല്ലാം സെയിം. ഓക്കെ, ജസ്റ്റ് ലൈക്ക് ദിസ്. നമ്മളിങ്ങനെ പോയില്ല, എല്ലാം ആക്ടിവേറ്റഡ് ആയിരിക്കണം, മൊത്തം ടൈറ്റ് ആയിരിക്കണം ബോഡി. ഇവിടെ പോയിന്റ് ശേഷം നമ്മൾ തിരിച്ചു പോകുന്നില്ല. പക്ഷേ നമ്മൾ ഇവിടെ ചെസ്റ്റ് തായിൽ വെച്ചിട്ട് ഇവിടെ ബ്രേക്ക് എടുക്കുന്നു, കൈ ഒന്ന് ജസ്റ്റ് പൊന്തിക്കുന്നു, തായിൽ വെക്കുന്നു, മെല്ലനെ ഇങ്ങനെ പോകാൻ പാടില്ല, തായിൽ മെല്ലനെ വെക്കുന്നു, ലിഫ്റ്റ് യുവർ ബോഡി അപ്പ്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് 10 counts. ഓക്കെ, half century of push-ups with 5 variations. Okay, hope you enjoy it. One more progression just to have fun. Okay, അപ്പോൾ നമ്മൾ ഒരു ഇങ്ങനത്തെ ഒരു ഇലാസ്റ്റിക് ബാൻഡ് ഓക്കെ മേടിച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങളെ ലോഡിന് കണക്കായിട്ട് ഇത് 5 to 15 ബാൻഡാണെന്ന് തോന്നുന്നു. അതുപോലെ ഇതിൽ കൂടുതൽ ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കിട്ടും തടിച്ച ബാൻഡ്. അപ്പോൾ ഇതിന് നമ്മളെങ്ങനെ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ ജസ്റ്റ് പുട്ട് ഇറ്റ് അറൗണ്ട്. നിങ്ങളുടെ ഷോൾഡറിൻ്റെ കുറച്ച് ആയിട്ട് ഇങ്ങനെ ഇടുക, എന്നിട്ട് നിങ്ങളുടെ കയ്യിൽ ഇത് കോർക്കുക. ജസ്റ്റ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ കോർക്കുക. ഇത് നമ്മൾ ഗ്രൗണ്ട് അപ്പ് ഇങ്ങനെ വെക്കുന്നു. ഓക്കെ, നമ്മൾ സെയിം 10 more counts ഫൈനൽ. ഓക്കെ, ഗിവ് യുവർ ഫുൾ. With this, we are done for the day. എല്ലാവരും ഒപ്പം തന്നെ ചെയ്യുക and enjoy the exercises. See you with the next exercise. Please subscribe and let me know നിങ്ങൾക്ക് ഏത് എക്സസൈസ് ആണ് വേണ്ടത്, എങ്ങനത്തെ എക്സസൈസ് ആണ് വേണ്ടത്, ഏത് പാർട്ടിൻ്റെ എക്സസൈസ് ആണ് വേണ്ടത്. Are you beginner? You're watching and you want beginner exercises? Please let me know. Stretching ഇതൊക്കെ വരുന്നതാണ് ഇനി. അപ്പം please continue to watch. Thank you.